കേരളത്തില് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. കേരളത്തിൽ മുഴുവൻ പ്രശ്നമാണ്. ഇവിടെ ബ്യൂറോക്രസിയാണ്, ഇവിടെ ട്രേഡ് യൂണിയനിസമാണ്, ഇവിടെ സമൂഹം മുഴുവൻ നിങ്ങളെ കല്ലെറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വരവേൽപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തില് ഇങ്ങനെയാണോ സംരംഭകരെ കൈകാര്യം ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന പ്രശസ്തമായിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. നമ്മളെല്ലാവരും ആ സിനിമ കണ്ടിട്ട് ധരിച്ചതും അങ്ങനെ തന്നെയാണ്. കാരണം മോഹൻലാലിനെ നമുക്ക് ഇഷ്ടമായതുകൊണ്ടും മോഹൻലാൽ പരാജയപ്പെടുന്നതിൽ വിഷമമുള്ളതുകൊണ്ടും നമ്മൾ പറഞ്ഞു കേരളത്തിലെ സംരംഭകർ നേരിടുന്നത് ട്രേഡ് യൂണിയനിസമാണ്, സംരംഭകർ നേരിടുന്ന ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളാണ്, സംരംഭകർ നേരിടുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്നും സത്യനന്ദിക്കാട് പറയാൻ ശ്രമിച്ചത് മോഹൻലാൽ എന്ന് പറയുന്ന നായകന് ഒരു ദൃഢനിശ്ചയമില്ല. മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ വിജയേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം പഠിച്ച പണിയല്ല ചെയ്യാൻ വന്നത്. മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ കൃത്യമായിട്ട് ഒരു ദർശനബോധത്തോടു കൂടിയിട്ട് ഇന്നവേറ്റീവായിട്ട് ഒരു കാര്യവും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ ഒരു നല്ല പാർട്ണർഷിപ്പും ആ സിനിമയിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പകരം കൂടെ പഠിച്ചാളെ കണ്ടക്ടറാക്കാനും കൂടെ പഠിച്ചാളെ ക്ലീനറാക്കാനും ഒക്കെയാണ് ശ്രമിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യനന്ദിക്കാട് പറഞ്ഞത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. നമ്മൾ വിചാരിച്ചത് കേരളത്തിൽ മുഴുവൻ പ്രശ്നമാണ്, കേരളത്തില് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും, ഇവിടെ ബ്യൂറോക്രസിയാണ്, ഇവിടെ ട്രേഡ് യൂണിയനിസമാണ്, ഇവിടെ സമൂഹം മുഴുവൻ നിങ്ങളെ കല്ലെറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ തെറ്റിദ്ധരിക്കുകയും അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ മനസ്സിലാകാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ യുവതലമുറ മനസ്സിലാക്കേണ്ടത് ഈ 5 കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു സംരംഭത്വവും വിജയിപ്പിക്കാൻ സാധിക്കില്ല. അത് ഒരു സംരംഭത്വത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.